മുന്നേ വീടിനോടിക്കോളൂ. കമോൺ കമോൺ കമോൺ.
വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പെരുമാതുറ കൂട്ടായ്മയുടെ ഒരു ചെറിയ ഇവന്റ് സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ചെറിയ ഡിസ്കഷൻ, ചോദ്യങ്ങൾ ഉണ്ടാവും, മറുപടികൾ പറയണം. എല്ലാവരും ഇരിക്കുക. ഇതായി അപ്പോ ഇരിക്കണം. ഓല്ലേ പോകുന്നു. ചോദ്യമില്ല, ചോദ്യം ചോദിക്കുന്നില്ല. നമ്മുടെ ഭാവിയില് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന നാം ഓരോരുത്തരും വളരെ പ്രശ്നസങ്കീർണമായ ഒരു സാമൂഹ്യ ഘടനയിലൂടെയാണ് നാം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വരാൻ പോകുന്ന ഒരു ഭവിഷ്യത്ത്, അത് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഇനി സംഭവിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ മക്കളുടെ കാലത്താണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. വളരെ അടുത്താണ്, ഡേഞ്ചറസ്, വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. എങ്ങനെ നമ്മളൊരു ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ഓരോ, പ്രത്യേകിച്ച് ഒരു മുസ്ലിം പൗരനും പൗരയായിരുന്നാലും മുന്നോട്ട് പോകുവാൻ വേണ്ടി നമ്മുടെ സ്റ്റെപ്പുകൾ എന്തായിരിക്കണമെന്നും നമ്മൾ വളരെ ഗഹനമായി ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു വിഷയമാണ്. ഇതിലേറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട, അള്ളാഹുവിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിന് പിന്നെ എന്തിനാണ് ഭയം എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും കാതലായ ഒരു വിഷയം. അതില്ലാത്തവർക്ക് നമുക്ക് ഭയക്കേണ്ടതുണ്ട്, നമ്മൾ അതിന്റെ വഴികൾ തേടേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ ശത്രുക്കൾ നമ്മെ തകർക്കാൻ പറ്റാത്ത അചഞ്ചലമായ ഒരു അനിവാര്യമാണ്. ഈമാൻ അതിന്റെ ജീവനാഡിയാണ്. ക്ലിയർ അല്ലേ? സാമൂഹ്യ ഘടനയിൽ ഇസ്ലാം എന്താണ്? പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ ഘടനയിൽ ഇസ്ലാമിനെ പ്രസന്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. എങ്ങനെ നമുക്ക് പ്രസന്റ് ചെയ്യാം? മുസ്ലിം ശബ്ദങ്ങളെ തീവ്രവാദമായിട്ടും മുസ്ലിം സ്വത്വത്തെ അപരവൽക്കരിച്ചു. എന്താണ് മുസ്ലിം സ്വത്വം എന്ന് വെച്ചാൽ? നമ്മുടെ വേര്, മുസ്ലിം വേര്, പേരാകാം, തൊപ്പിയാകാം, താടിയാകാം, കുടുംബമാകാം, കോലമാകാം, നമ്മള് പാരമ്പര്യമാകാം. അതാണ് നമ്മുടെ സ്വത്വം എന്നത്. സ്വത്വവാദിയായ മുസ്ലിം അല്ല, സ്വത്വം തന്നെയാണ്. താടിയും മുടിയും രൂപവും തലയ്ക്കെട്ടും ഇല്ലെങ്കിലും പേര് സ്വത്വവാദിയുടെ ലക്ഷണമാണ്. നാളെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ സുഖകരമായ ഒരു ലൈഫ് നമുക്ക് കേരളത്തിലായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നില്ല, പക്ഷെ മറ്റൊരു സ്ഥലത്താണെങ്കിലും അതെല്ലാം നമുക്ക് വിഷയമായ ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഘടനയിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ നമുക്ക് മുന്നോട്ട് ജീവിക്കാം എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചോളം ഏറ്റവും ഒന്നാമത്തെ അടിസ്ഥാനപരമായ കാര്യം. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, എങ്ങനെ തരണം ചെയ്യാം. എല്ലാവർക്കും അറിയാം, ചെറിയ കാര്യങ്ങൾ വരെ മൊത്തം വർഗീയ ചിന്താഗതി. എന്തുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്? അനാവശ്യമായ ചിലപ്പോൾ നമ്മുടെ ഇടപെടലുകളും ഒരു കാരണമാകാം. മുമ്പൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ല ഇന്ന് വരുന്ന എത്രയോ 47 മുമ്പ് 1921 തൊട്ട് അവരുടെ ഹിന്ദുത്വ അജണ്ട പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മൂർധന്യ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ. നമ്മൾ പെട്ടെന്ന് ചോദിച്ചു, നിങ്ങളെല്ലാം നമ്മളെ അടിയാധാരം പോയി തപ്പി പൂരിപ്പിച്ചു കൊടുക്കുന്ന തിരക്കിലാണ്. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കേരളത്തിൽ? എന്റെ റേഷൻ കാർഡ് എന്റെ അതാണ് നമ്മൾ പൗരത്വം തെളിയിക്കാൻ വേണ്ടി നമ്മളാരും 10 കൊല്ലം അത് ചിന്തിച്ചിട്ടുണ്ടോ? നീ 10 കൊല്ലം മുമ്പ് നീ ഇങ്ങനെ ഒരു സംഭവം നിന്റെ ജീവിതത്തിൽ വരുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര പെട്ടെന്നായി. നിന്റെ അടിയാധാരം നീ അലമാരയിൽ പോയി തപ്പി എടുത്ത് പൂരിപ്പിച്ചു കൊടുത്ത്, ഞാൻ ഇവിടെ പുത്തൻതോപ്പി താമസിക്കുന്ന ആളാണ്, ഞാൻ ഫഹദാണ്, കിരൺ ഷാവിയാക്കാടെ മോനാണ്, എന്റെ ഉപ്പുപ്പ ഇന്നതാണ്, എന്റെ ഉമ്മ റുക്കിയ ബീവിയാണ്, അത് ഇനി 2002 പേരുണ്ട്
എന്നൊക്കെ ഞാൻ പോയി തപ്പി പിടിച്ച് എഴുതി പൂരിപ്പിച്ച് ഞാൻ ഇവിടെ പെരുവാറ ഉള്ളതാണ്, എന്റെ സ്ഥലം എന്താ പെരുവാറയാണ് എന്ന് നീ ഒരാളെ ധരിപ്പിക്കണം അല്ലേ? ധരിപ്പിക്കാനുള്ള ഗതികെട്ട അവസ്ഥയിലോട്ടാണ് ഇന്ന് മുസ്ലിം സമൂഹം ആയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അതിന് കാരണം? 1921 കാലഘട്ടം ഹെഡ്ഗേവാർ കൊടുക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലോട്ട് നമ്മൾ മാറിയിരിക്കുകയാണ് അല്ലേ? അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് അതിന്റെ പ്രശ്നങ്ങൾ? ഒരു സെറ്റ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക, നമ്മളെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹെഡ്ഗേവാറും ഗാന്ധിയെ കൊന്ന നാഥുറാം ഗോഡ്സെ അടങ്ങുന്ന ഒരു സാമൂഹ്യ ഘടന, ഒരു ഹിന്ദുത്വ ഘടനയിൽ നിന്നുകൊണ്ട് രൂപം കൊടുത്ത പ്ലാനും ഐഡിയോളജിയും ഐഡിയലും വെച്ച് ഇന്ന് നമ്മെ ചൂഷണം ചെയ്തു. ഇനിയും വരുന്ന തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ മക്കളും അനുഭവിക്കാൻ പോകുന്നത് ഇതൊന്നും ആയിരിക്കൂല. ഇത് വലിയ ഡേഞ്ചറസ് ആയ ഒരു മേഖലയിലോട്ടായിരിക്കുമല്ലോ. ചിലപ്പോൾ പോയാലും ചിലപ്പോൾ നമ്മളെ തന്നെ കണ്ടുകൊണ്ട് തന്നെ ഇനി ഇരിക്കും. ഒരുപാട് സമയമൊന്നും ഇനി വേണ്ടി വരില്ല. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ അടിസ്ഥാനപരമായി, ഞാൻ പറഞ്ഞ പോയിന്റിലോട്ട് വരാം, ഞാൻ ചുരുക്കുകയാണ്, ഞാൻ ഒരുപാട് പോകുന്നില്ല. നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ ലൈഫിലും ഇസ്ലാമിക വാല്യൂവും മോറൽസും സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ലൈഫിൽ, ജീവിതത്തിൽ, നമ്മുടെ ഘടനാ രീതിയിൽ, കുടുംബ സാമൂഹ്യ ഘടനയിൽ ഇസ്ലാമിന് പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ളത് നമ്മെ ഫ്യൂച്ചർ പ്ലാനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മൾ നമ്മൾ ലോകത്താരും എന്തുകൊണ്ടാണ് നമ്മൾ തകരാൻ നമ്മൾ വഴിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബാക്കൾ പ്ലാൻ ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാം. ഓരോരുത്തരോരോ അഭിപ്രായം പറഞ്ഞു. എന്താ പറഞ്ഞു? പലരും പറഞ്ഞു നമുക്ക് ഒന്നുകളയാന്ന് പറഞ്ഞു. അപ്പൊ ഹാഷിം കുടുംബത്തിലെ അബൂജഹല്, ഖുറൈശി വംശത്തിലെ ഹാഷിം കുടുംബത്തിലെ അങ്ങോട്ട് മുൻപന്തിയിൽ നിന്നു. പക്ഷെ പലരും പറഞ്ഞു കൊല്ലണ്ട, ശത്രുക്കള് മക്കയിലെ ഞങ്ങളെ കൂടെ നിൽക്കുന്നവർ തിരിയും. കാരണം അല്ലമീനാണ്. പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പ് ആരായിരുന്നു? അല്ലമീനായിരുന്നു. അങ്ങനെ ഒരുപാട് ഐഡിയകൾ വന്നു. ഒരുപാട് എന്ത് ചെയ്യാം, നാട് കടത്താൻ പറഞ്ഞു. ഒരാൾ പറഞ്ഞു പറ്റൂല, നാട് കടത്തിയ എവിടെ പോയാലും അവിടെ കുരുത്ത് വരും. ഇതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ പടഞ്ഞു വിട്ടാലും അവിടുന്ന് കുരുത്ത് വരും. അപ്പൊ ഇസ്ലാമിക കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ നമുക്ക് തകർക്കാൻ നമ്മളെ പറ്റും. നമ്മൾ എവിടെ പോയാലും കുരുത്ത് വരും. ഹജ്ജത്തുൽ വിദായിൽ വെച്ചിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങൾ സന്ദേശം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങൾ പോകാൻ പറഞ്ഞു. ഒട്ടകങ്ങൾ ഏത് ഭാഗത്ത് ഏത് ദിക്കിലാകണോ തിരിഞ്ഞിരിക്കുന്നത് ആ വഴി ഓടി കുതിരയിൽ. അങ്ങനെ ഇന്ത്യയിലും വന്നു. ചരിത്രം പറയുന്നത് അങ്ങനെയാണ് അല്ലേ? ഇസ്ലാം പന്തലിച്ചത് അങ്ങനെയാണ്. അപ്പൊ പറഞ്ഞു എവിടെ പോയി? ഇവിടെ വന്ന് ആരാ ഇന്ത്യയിൽ വന്നത്? ബ്രാഹ്മണനും ശൂദ്രനും നായന്മാരുടെ ഇടയിലൊക്കെ വന്നു നിന്നുകൊണ്ട് ഇസ്ലാം പ്രചരിപ്പിച്ചു കൊടുത്തു. നജാഷിയുടെ കൊട്ടാരത്തിൽ വന്ന് ഇസ്ലാം പറഞ്ഞു. അത് പ്രവാചകന്റെ കാലത്താണ്. എന്താ പറഞ്ഞത്? ക്രിസ്തു മത വിശ്വാസിയായ നജാഷി രാജാവ് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് നജാഷിയെ ജഅഫർ ഇബ്നു അബീ താലിബ് അടങ്ങുന്ന സംഘമാണെന്ന് തോന്നി അല്ലേ? ജഅഫർ ഇബ്നു അബീ താലിബ് അടങ്ങുന്ന സംഘമാണ്. ഖുറൈശികളെ പീഡനം സഹിക്കുക വയ്യാതെ പറഞ്ഞു വിട്ടപ്പോ എന്ത് ചെയ്തു? ചെല്ലാൻ പറഞ്ഞു. അതിനു മുമ്പ് 2 ദൂതന്മാരെ ഖുറൈശികൾ പറഞ്ഞു വിട്ടു നജാഷിയെ. അവർ ശരിയല്ല, ഞങ്ങളവിടെ മക്കയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നവരാണ്, ഇവരെ തിരിച്ചുവിടണം. നിങ്ങളെ നജാഷിയോട് പറയാ, നിങ്ങളുടെ ദൈവങ്ങളെ ഈസയെ കുറ്റം പറയും, ഈസയൊക്കെ കുറ്റം പറയും. നജാഷി പറഞ്ഞു അവര് പറയുന്ന കേൾക്കട്ടെ. എന്താ പറഞ്ഞത്? ജഅഫർ ഇബ്നു അബീ താലിബ് നല്ലൊരു പ്രഭാഷണം നടത്തിയ പ്രഭാഷണം ഖുർആനിൽ അതിന്റെ തഫ്സീറിലും മറ്റു വിശദീകരണങ്ങളും വളരെ തന്ത്രപരമായ ഒരു നിലപാടെടുത്തു. ഈസ എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രവാചകനാണ്. ദിവ്യത്വം, മറിയത്തിന്റെ ദിവ്യത്വത്തിനെ പറ്റി പറഞ്ഞു, ഈസയെ പറ്റി പറഞ്ഞു, മൂസയെ പറ്റി പറഞ്ഞു, ഇബ്രാഹിമിനെയൊക്കെ പറ്റി പറഞ്ഞപ്പോഴേ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത് ഞാൻ മനസ്സിലാക്കിയ എന്റെ മതത്തിന്റെ പുതിയൊരു പ്രവാചകനാണ് മുഹമ്മദ്, നിങ്ങളുടെ മുഹമ്മദ്. അതുകൊണ്ട് അതിൽ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഞാൻ കലിമത്ത് ചെയ്തുകൊണ്ട് നജാഷി രാജാവ് സ്വീകരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇസ്ലാമിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതാണ്. എവിടെ പോവുക? ഖുറാനിലൊരു പ്രയോഗം, അലന്നാസ്, ലോകത്തിന്റെ ജനങ്ങളുടെ മേൽ സാക്ഷികളാണ്. അതാണ്. അങ്ങനെ സാക്ഷികളായവരാണ് ഇന്ത്യയിൽ വന്നു, മക്കയിൽ വന്നു, അമേരിക്കയിൽ, യൂറോപ്പിൽ, ചൈനയിലൊക്കെ പോയി. കദാലിക്ക് ജാലിനാക്ക് നിങ്ങളെ ഒരു മധ്യമ സമുദായക്കാക്കിയിരിക്കുന്നത്. മിത സമുദായം. എന്താ മിത സമുദായം എന്ന് വെച്ചാൽ? എന്താണ് ഫാദേ മിത സമുദായം?
നമ്മളൊരു മിതം എന്ന് വെച്ചാൽ എന്താണ്? മിതത്വമുള്ളൊരു സമുദായം അല്ലേ? വസത്തൻ. വകദാലിക ജഅൽനാക ഉമ്മത്തൻ വസത്തനാക. ഉമ്മത്തൻ വസത്തൻ എന്ന് വെച്ചാൽ നമ്മളൊരു മിതത്വമുള്ളൊരു ഉത്തമ സമുദായം. എല്ലാം വരും. അച്ചടക്കം വരും, ഒരു വാല്യൂ വരും, ഒരു എക്സ്ട്രീം ഇല്ല, ഡൗണും ഇല്ല. പിന്നെന്താണ്? ഒരു മധ്യമം. നമ്മൾ എല്ലാ കോൺസെപ്റ്റിനെയും ഇന്ത്യൻ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു മുസ്ലിമിന് ഏത് ലോകത്ത് ജീവിക്കാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ ഒരു പ്രയാസവും ഞെരുക്കവും ഇല്ല. അലന്നാസ്, ലോക ജനങ്ങളുടെ മേൽ നിങ്ങൾ സാക്ഷികളാകും. അലന്നാസ് എന്നാ പറഞ്ഞത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അമ്മക്കൊള്ളയല്ല. നിങ്ങളാരും ധരിക്കുന്നുണ്ടോ ഖുർആൻ അമ്മക്കൊള്ളയാണോ നിങ്ങൾ ധരിക്കുന്ന സുനീറെ? ഖുർആൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഏറ്റെടുച്ചിരിക്കണം. ഇത് അങ്ങനെ നമ്മൾ നോക്കുകയില്ല, നമ്മൾ പഠിക്കുകയില്ല, നമ്മൾ പഠിപ്പിക്കുകയില്ല. എന്നാ പറഞ്ഞത് ഇത് എന്റെ സാമാനമാണോ, എന്റെ അലമാരി ഇരിക്കുന്ന സാധനമാണോ ഏത് ഖുർആൻ? അല്ലേ? അങ്ങനെയാണോ? ഖുർആൻ അമ്മക്കൊള്ളയല്ല, ലോകത്തുള്ള മനുഷ്യർക്കുള്ളതാണ്. ഖുർആന്റെ കോൺസെപ്റ്റ് അതാണ്. അലന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. പിന്നെ എന്താണ് ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ ബാധ്യത? എന്താണ്? ലിതകൂനു ശുഹദാഇ അലന്നാസ് വയകൂൻ റസൂലു അലൈക്കും ഷഹീദ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സാക്ഷിയായതുപോലെ, നേരത്തെ ഞാൻ പറഞ്ഞ ഹജ്ജിൽ പോയില്ലേ, റസൂൽ ചോദിച്ചു, ഞാനൊരു സാക്ഷിയായ, നിങ്ങൾ തൃപ്തിപ്പെട്ടോ? ഞാൻ പൂർണ്ണമാക്കി തന്നോ? ചോദിക്കുകയാണ് സഹാബാക്കളോ. തന്നു. അള്ളാഹുവിന്റെ റസൂലെ, നീ എനിക്ക് പൂർണ്ണമാക്കി തന്നു. പക്ഷെ ഇനി നിങ്ങൾ സാക്ഷികളാകണം ലോകത്തെ ജനങ്ങളുടെ മുന്നിൽ. നമ്മൾ ഓരോരുത്തരും മക്കൾ കുടുംബത്തിൽ സാക്ഷികളാകണം. മക്കൾ കുടുംബത്തിൽ സാക്ഷികളാകണം. മാതാപിതാക്കൾ മക്കൾക്ക് സാക്ഷികളാകണം. നമ്മൾ സമൂഹത്തിന് സാക്ഷികളാണ്. സമൂഹം നാടിന് സാക്ഷികളാണ്. ഒരു ഗ്രാമം, സാമൂഹ്യ ഘടന, ഒരു സർവ ദേശീയ കാഴ്ചപ്പാടിലൂടെ, അതാണ് വ്യക്തിബന്ധം, സാമൂഹ്യ ബന്ധം, സാമൂഹ്യ ഘടന, പിന്നെന്താണ് ഒരു രാഷ്ട്ര നിർമ്മാണം. അതാണ് വാചകം പൂർത്തീകരിച്ചത്. വ്യക്തിബന്ധത്തിലൂടെ, സാമൂഹ്യ ക്രമീകരണത്തിലൂടെ, വ്യക്തിബന്ധത്തിലൂടെ, കുടുംബ ബന്ധത്തിലൂടെ, സാമൂഹ്യ പുനഃക്രമീകരണത്തിലൂടെയുള്ള രാഷ്ട്ര നിർമ്മാണം. അതാണ് ഇസ്ലാം വിഭാവനം ചെയ്തത്. റസൂൽ നമ്മളെ മുന്നിൽ കാണിച്ചതാണ്. അപ്പൊ അവിടെ എന്തെന്ന കോൺസെപ്റ്റ് അതാണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മൾ എവിടെ ചെന്നാലും എവിടെ പോയാലും അപ്പൊ നമ്മളെ സാമൂഹിക ഘടനയിൽ നമ്മൾ ഉണ്ടാകേണ്ട ഇസ്ലാം എന്ന് പറയുന്നത് ചെറുതല്ല, വലിയ ഒരു കാഴ്ചപ്പാട്. ഇതാണ് നമ്മൾ അടിയുറച്ച് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. ദീൻ എന്ന് പറയുന്നത് നമുക്കുള്ളതല്ല, ഖുർആൻ നമുക്കുള്ളതല്ല. പക്ഷേ നമ്മളതിൻ്റെ പ്രയോക്താക്കളാണ്. നമ്മളാണ് അതിൻ്റെ കാതൽ. നമ്മളാണ് അതിനെ പ്രസന്റ് ചെയ്യേണ്ടത്. നന്മ പറയാനും തിന്മയെ തടയാനുള്ള അധികാരം കൊടുത്തിരിക്കുന്ന ആർക്കാണ്? മുസ്ലിം സമൂഹത്തിനാണ്. പക്ഷെ നമ്മളെ അവസ്ഥ എന്താണ്? അത് ഏറ്റവും വലിയ ഡേഞ്ചറാണ്. നമ്മളെ അവസ്ഥ എന്താണ്? ഏറ്റവും വലിയ ഡേഞ്ചർ. ഇവിടെയൊക്കെയാണ് നമ്മൾ രണ്ടാമത്തെ ഘട്ടം. പിന്നെ നമ്മളെ ഈ മാനിക്കുക. നമ്മുടെ മുന്നിൽ ഒരു ബേസ് നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ പിന്നെ എന്താണ്? നമ്മളെ ഭയക്കാൻ ഒരാളുടെ മുമ്പിലും ഭയക്കേണ്ട ആവശ്യമില്ല. നമ്മളെ തോൽപ്പിക്കാനും നമ്മുടെ ശത്രുക്കൾ ഏറ്റവും നിരാശപ്പെടുന്നത് നമ്മുടെ ഈ മാനിക ഘടനയുടെ ഇതിലാണ്. അവർ തകർന്ന് തരിപ്പണമായി. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല, എല്ലാവർക്കും അവസരമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്ന ഈ വിഷയമായിട്ട് ബന്ധപ്പെടുന്നത് ഏത് വിഷയത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവസരം. ഞാൻ മൈക്ക് കൈമാറുകയാണ്, നിങ്ങൾ എല്ലാവരും പറയുക. നമ്മളിങ്ങനെ ഞാൻ ഒരു സൈഡിൽ കൂടെ മാത്രം പറഞ്ഞ് ബോറടിപ്പിക്കണ്ട. ഇല്ല, മനസ്സിലായി? അപ്പൊ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.